Good morning, ladies and gentlemen. Welcome to your favorite. നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഞാൻ ഇന്ന് വന്നത് നിങ്ങൾ എല്ലാവരും എൻ്റെ ഇതിൻ്റെ റീല് കണ്ടു കാണും. നമ്മളുടെ മൂൺ ഡ്രോപ്പിൻ്റെ ഓൾ ഫാഷൻഡ് എന്ന് പറയുന്ന റെട്രോ സ്റ്റൈല് ഓവർ ദ ഹെഡ്. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവരും അതൊരു ചെറിയ പ്രശ്നമൊന്നുമല്ല, ഒരു ഡാക്ക് മേടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഹെഡ്ഫോൺസ് ജാക്ക് വെച്ചാണ് ഇത് വരുന്നത്. സോ നിങ്ങൾ ചിലവർ ചോദിച്ചു, പിന്നെ ഇത് മേടിക്കാൻ $25 ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ 2000 രൂപയൊക്കെ ആകത്തുള്ളൂ. 2000-2500 രൂപയൊക്കെ ഇതിൻ്റെ വിലയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു, ഇത് ബ്ലൂടൂത്തിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നല്ലേ. അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഫിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇതാണ് ബ്രാൻഡ് കേട്ടോ, ഫിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു വയർലെസ് അതേ സെറ്റപ്പിലുള്ള അതേപോലത്തെ ഒരു റെട്രോ സ്റ്റൈല് ബ്ലൂടൂത്ത് ഓവർ ദ ഹെഡ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ട മറ്റേതാണ് വുഡൻ ഫിനിഷിൻ്റെ ഒരു പരിപാടിയാണ് പറഞ്ഞാൽ. ഇവിടെ നമുക്കൊരു റൊട്ടേറ്റിംഗ് നോബ് വരുന്നുണ്ട് വിത്ത് വെരി സാറ്റിസ്ഫൈങ് ക്ലിക്ക്. ഇത് വോളിയം കൂട്ടാൻ കുറയ്ക്കാൻ. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ ട്രാക്ക് ഫോർവേഡ് ചെയ്യാനും ബാക്ക്വേർഡ് പോകാനും. പിന്നെ നമുക്ക് ഇവിടെ പവർ ബട്ടൺ വരുന്നുണ്ട്, താഴെ ഒരു മൈക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കോൾ വിളിക്കാൻ ഈ സാധനം വെച്ചുകൊണ്ട്. നമുക്ക് ടൈപ്പ് സിയിൽ ഒരു കണക്ടർ വരുന്നുണ്ട്. 30 മണിക്കൂറിൻ്റെ പ്ലേ ടൈമാണ് നിങ്ങൾക്ക് ഒരു ഫുൾ ചാർജിൽ തരുന്നത്. എനിക്ക് തോന്നല്ല കിട്ടുമെന്ന്. ഇവിടെ റൈറ്റും ഇവിടെ ലെഫ്റ്റെന്നും എഴുതിയിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ദണ്ടേ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. This is so nice, man. This is very, very, very nice. I like it. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തണ്ട ഈ വഴി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെവിയിലോട്ട് സാധനം വരില്ല. എന്നിട്ട് പതുക്കെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക ചെവിയിലോട്ട്. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലുക്ക്. കിഡിലും ഫങ്കി കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ബ്ലാക്ക്, ഞാൻ സത്യം പറഞ്ഞാൽ ഓർഡർ ചെയ്തത് മഞ്ഞയാണ്, പക്ഷേ അമ്മമാർ തന്നത് ബ്ലാക്കാണ്. എനിക്ക് അറിഞ്ഞിട്ട് എന്ത് പറ്റിപ്പോയെന്ന്. മഞ്ഞയുണ്ട്, നീലയുണ്ട്, ചുമപ്പുണ്ട്, പിന്നെ അതൊരു കളറുണ്ട്, വേറൊരു കളറും കൂടെ ഉണ്ട്. പെട്ടിയിനകത്ത് നമുക്ക് ബുക്കും പേപ്പറും. പിന്നെ ഇത് ബ്ലാക്ക് കളർ ഇതാണ് ഇരിക്കുന്നത്. അവർ നമുക്കൊരു ഗ്രേ കളർ മറ്റേ ഫോം തരണുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു കേബിള് ഒന്ന് പോടേ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ബ്ലൂടൂത്തിൻ്റെ LDAC സപ്പോർട്ട് വരുന്നുണ്ട്. SBC, AAC, LDAC വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 6 ആണ് കേട്ടോ പറഞ്ഞത്. ബ്ലൂടൂത്ത് 6 ആണ് വരുന്നത്. LDAC സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ ഈ സാധനം ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്യുക, പെയറിംഗ് മോഡിലോട്ട് പോവുക, എന്നിട്ട് അതിൽ കയറുക. സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 മില്ലിമീറ്ററിൻ്റെ കിഡിലം ഡ്രൈവേഴ്സാണ് അവർ തന്നേക്കുന്നത്. നമ്മളുടെ മൂൺ ഡ്രോപ്പ് പോലെ തന്നെ സൗണ്ട് ക്ലാരിറ്റി ഈസ് വെരി നൈസ്. പിന്നെ ഈ പറയുന്ന പോലെ ഓപ്പൺ ബാക്ക് ആയതുകൊണ്ട് സൗണ്ട് ലീക്കേജ് വരും. പക്ഷേ ഇന്ന് അധികം സൗണ്ട് ലീക്കേജ് വരില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ആപ്പ് ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. ഇവിടെ മറ്റേ റെക്കോർഡിങ്, സ്ക്രീൻ റെക്കോർഡിങ്, വേറെ അറിയോ എവിടെ റെക്കോർഡ് സ്ക്രീൻ. ഞാൻ നിങ്ങൾക്ക് ആപ്പ് കാണിച്ചു തരാം. ഫിയോ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ വഴി നിങ്ങളിത് കണക്ട് ചെയ്യുക. ഇത് ഓൺ ചെയ്യണം, ഞാൻ മറന്നുപോയി. പവർ ഓൺ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഫിയോ EH11 വന്ന് കിടപ്പുണ്ട്. ഞാൻ ഫുൾ ചാർജ് ചെയ്തില്ല, 85% ബാറ്ററിയാണ് കിടക്കുന്നത്. സെലക്ട് ബ്ലൂടൂത്ത് കോഡക്ക്, അത് നമുക്കിപ്പം AACയും LDACും ആണ് ഇരിക്കുന്നത്. നിങ്ങൾ ഐഫോണിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അത് SBC അല്ലേ, സോറി ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് AAC LDACും ആണ്. നിങ്ങൾ ഐഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ AAC ആണ്. സാംസങ്ങിൻ്റെ ഫോണിലാണെങ്കിൽ SBCയും കൂടെ കിട്ടും. പിന്നെ നമുക്ക് താണ്ടി ഇവിടെ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. EQലോട്ട് പോയി കഴിഞ്ഞാൽ കിഡിലം ഇക്വലൈസറാണ്, നല്ല പാരാമെട്രിക് ഇക്വലൈസറാണ് തരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ ഇക്വലൈസറെ കാണിച്ചിരുന്ന പോലെ മാസ്റ്റർ ഞാൻ ഭയങ്കരമായിട്ടാണ് കുറച്ചേക്കുന്നത്. സത്യം ഇത് നമ്മുടെ സൂപ്പർ റിവ്യൂ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, കിഡിലുമാണ് പുള്ളി, വേറെ ലെവൽ ഓഡിയോ ഫയലാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇക്വലൈസറാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ യൂസർ എടുത്തു കഴിഞ്ഞാൽ ജാസ്, പോപ്പ്, റോക്ക്, ഡാൻസ്, R&B, ക്ലാസിക്കൽ, ഹിപ്പ് ഹോപ്പ്, ഗെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ മാത്രമല്ല നിങ്ങൾക്ക് യൂസർ 1, യൂസർ 2, യൂസർ 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള 3 കസ്റ്റം EQ, അതായത് ഓരോ പാട്ടുകൾ അനുസരിച്ച് നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്നവർക്ക് കുറച്ചും കൂടെ ട്രെബിളും മിഡൊക്കെ ഫോക്കസ് ചെയ്തായിരിക്കും. കുറച്ചും കൂടെ ഹിപ്പ് ഹോപ്പ് പാട്ടുകൾ കേൾക്കുന്നവർക്ക് കുറച്ചും കൂടെ ബേസ് വേണം. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് സൗണ്ടിൽ നമുക്ക് ബേസ് വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്കിത് കൂട്ടാൻ പറ്റും. കൂട്ടിക്കഴിഞ്ഞാൽ ക്ലിപ്പിങ്ങും പോപ്പിങ്ങും വരും. അതിന് വേണ്ടിയിട്ടാണ് അവർ മാസ്റ്റർ ഈ പറയുന്ന EQയിൽ നിങ്ങൾക്ക് ഈ യൂസർ 1 EQ നോക്കുമ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഉണ്ടോ, ഈ പറയുന്ന ലോക്കൽ, ഇപ്പോൾ ഈ സെലക്റ്റഡിൽ പോയിട്ട് നമ്മുടെ അണ്ണൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങേര് സെറ്റ് ചെയ്തേക്കണ ഇക്വലൈസർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട്
നിങ്ങൾക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത്യാവശ്യം നല്ലൊരു ഈക്വലൈസറാണ് ഞാനിപ്പോൾ ഇതിൽ ഇട്ടേക്കുന്നത്. അത് പുള്ളിയുടെ തന്നെയാണ്, ഈ സൂപ്പർ റിവ്യൂ എന്ന് പറഞ്ഞ പുള്ളിയുടെയാണ്. അപ്പോൾ നമുക്കിത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വിട്ടേക്കുന്ന ഈക്വലൈസർ. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്ന പോലെ ഇവർ ബേസ് കൂട്ടിയിട്ടിട്ടുണ്ട്. അത് കൂട്ടിയിട്ടിട്ട് അവർ കണ്ടോ മാസ്റ്ററിൽ അത് കുറച്ച് വെച്ചേക്കുക, -12 വരെയാണ് അവർ ഇട്ടേക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളിനെ അവോയ്ഡ് ചെയ്യാൻ. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് ലെവലിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് 10 ബാൻഡ് ഈക്വലൈസറാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പിന്നെ പീക്ക് മാറ്റാം, നമുക്ക് ലോ ഷെൽഫ് ഹൈ ഷെൽഫ് എന്നൊക്കെ ഉള്ള രീതിയിൽ മാറ്റാം, ഗെയിൻ കൂട്ടാം, ക്യൂ ഫാക്ടർ കൂട്ടാൻ കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അടിപൊളിയായിട്ട് ഈ സാധനത്തിന് ട്വീക്ക് ചെയ്യാം. 40 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ, അതും നല്ല ഒരു 40 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി വരുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചതാണ്. അല്ലാത്തവർക്ക് നേരെ ഇവിടെ പോവുക. ഇത് പിന്നെ ആപ്പ് വൻ ശോകമാണ് കേട്ടോ. ഇതേപോലെ ക്രാഷ് ആവും, ഔട്ടാവും, എന്തിനാണെന്നും ഒരു പിടിയുമില്ല. പക്ഷേ ഞാനിതിപ്പോൾ FBC ആണ് ഇട്ടേക്കുന്നത്. അതൊന്ന് മാറ്റട്ടെ. ഒന്നെങ്കിൽ ഇവിടെ ആയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ ബ്ലൂടൂത്തിലോട്ട് പോവുക, ഇതിൽ പോവുക. ഇവിടെ ഹൈ റെസൊല്യൂഷൻ LDAC ഇൻ യൂസ് എന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ LDAC സപ്പോർട്ട് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഈ ആപ്പ് ഭയങ്കരമായിട്ട് ക്രാഷ് ആവുന്നുണ്ട് കേട്ടോ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവന്മാർ ശരിയാക്കണം, പുതിയ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട്. മൂൺ ഡ്രോപ്പിനെയും കാട്ടിലും ശോകമാണ്. മൂൺ ഡ്രോപ്പിൻ്റെ ഇതിൽ നിന്നും ശോകമാണ്. അതിൽ നിന്ന് ശോകമാണ് ഈ ആപ്പ്. എന്തായാലും നമുക്കിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവരിതിൽ കാണിച്ചേക്കുന്നത് SBC എന്നാണ്. നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ അത് ആവുന്നില്ല, എന്താണെന്നും ഒരു പിടിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈക്വലൈസറിൽ പോയിട്ട് നിങ്ങൾക്ക് യൂസർ എടുക്കുക, എന്നിട്ട് സെലക്റ്റഡിൽ പോയിട്ട് ഇപ്പോൾ പുള്ളിയുടെ സാധനം വേണമെങ്കിൽ ടൈപ്പ് MRS എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഈക്വലൈസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലാണ്. പുള്ളി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് ഈക്വലൈസർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഏത് പാട്ടിട്ടാലും ജില്ല് എന്ന് ഇരിക്കും. ദുരന്തറിൻ്റെയൊക്കെ ട്രാക്കൊക്കെ വേറെ ലെവലാണ് അല്ലേ. ഇപ്പം നമ്മൾ ആ മാസ്റ്ററിൽ നമ്മൾ വോളിയം കുറച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഹൈ ആയിട്ട് വോളിയം കയറില്ല, മനസ്സിലായില്ലേ. പക്ഷേ എന്താണെങ്കിലും സൗണ്ട് ക്ലാരിറ്റി നൈസാണ്, അത്യാവശ്യം സൗണ്ട് ലീക്കേജ് ഇല്ല. പക്ഷേ നിങ്ങൾ ഡിഫോൾട്ടായിട്ടുള്ള ഈക്വലൈസർ ഇടുകയാണെങ്കിൽ സൗണ്ട് ലീക്കേജ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, ബേസും കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് വോളിയം കുറച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ നാട്ടുകാർ കേൾക്കും, അത്രേ ഉള്ളൂ. പാട്ട് കേട്ടോ അപ്പുറത്തിരിക്കണവന് പാട്ട് കേൾക്കും, ഇങ്ങനെ ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മ്യൂസിക് ടേസ്റ്റ് അപ്പുറത്തിരിക്കണവനും കേൾക്കും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പാട്ടേക്കാൾ അടിപൊളി, സൂപ്പർ സാധനം. ഞാൻ ആ പ്രൈസിന് ഇത് പൊളി സാധനമാണ്. സോ എനിക്ക് പറയാനുള്ളത്, ഫോർ ദ പ്രൈസ് യു ആർ ഗെറ്റിംഗ് റിയലി നൈസ്. അതായത് $30 ഇതിൻ്റെ വില വരുന്നത്. നിങ്ങൾ ദുബായിലുള്ളവരൊക്കെ ആണെങ്കിൽ AliExpress വഴി സാധനം ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് നാട്ടിൽ മിക്കവാറും ഹെഡ്ഫോൺ സോണിൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണെങ്കിലും 3000 രൂപയ്ക്ക് ആടിപ്പൊളി സാധനം. ഞാൻ പറയും, ഇതിൻ്റെ കളർ കിഡിലാണ്, മഞ്ഞ കളർ ഒരു സാധനമുണ്ട്, മഞ്ഞയും ഒരു വെള്ള ട്രാൻസ്പാരൻ്റ് പരിപാടി, സൂപ്പറാണ്. എടുക്കുകയാണെങ്കിൽ അത് ഇടറേ, എന്നെപ്പോലെ ബ്ലാക്ക് എടുക്കരുത്, പോരാ. കുറച്ചും കൂടെ ഫങ്കി കളേഴ്സ് ഉണ്ട്, റെഡ്, നീല, അതൊക്കെ എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങൾ ഇതുപോലത്തെ ഒരു റെട്രോ വൈബായിട്ടുള്ള ഒരു സാധനം ഞാൻ ചെവി വെച്ചേക്കുന്ന പോലും ഫീൽ ചെയ്യൂല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതായത് ഒട്ടും വെയിറ്റ് ഇല്ല, 96 ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്, മനസ്സിലായില്ലേ. 30 മണിക്കൂർ ബാറ്ററി. ലുക്ക് കണ്ടോ, ആൾക്കാരൊക്കെ നോക്കും, എന്ന് ചോദിക്കും. ഈ ചെറുതായതുകൊണ്ടേ ഭയങ്കര രസമാണ്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ അങ്ങ് മേടിച്ചത്. പിന്നെ ഭയങ്കര വില കൂടിയ ബ്ലൂടൂത്ത് സെറ്റ് ഉണ്ട്, ഒരെണ്ണം ഉണ്ട് ഞാൻ കണ്ട്, ജപ്പാൻ ഏതോ കമ്പനി, പേരൊന്നും എനിക്ക് അറിഞ്ഞു കേട്ടോ. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 15,000 20,000 രൂപ വരെ. ഇതേ ഹെഡ്സെറ്റ്, ഇതേപോലെ ഇരിക്കുന്ന ഹെഡ്സെറ്റ്. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ തലയ്ക്കകത്ത് വണ്ടി ഓടണം, അതൊക്കെ എടുക്കാൻ. ഇത് ധാരാളം, ഡ്രൈവറും നല്ലതാണ്, ഈക്വലൈസറും ഉണ്ട്, സെറ്റ് സാധനം. അതുകൊണ്ട് അണ്ണം കൊള്ളാം. ഇപ്പോൾ ഞാൻ പറയും, നിങ്ങൾ മറ്റേ പുള്ളിയുടെ ഈക്വലൈസർ ഇട്ടിട്ട് നിങ്ങൾക്ക് വോളിയം ഭയങ്കര കുറവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ മാസ്റ്ററിൽ നിന്ന് ആ -12 ഒന്ന് കുറച്ച് പൊക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ലൗഡ് കിട്ടും. ഞാൻ പറയാം, ഹൈ വോളിയത്തിലൊന്നും ആരും പാട്ടൊന്നും കേൾക്കില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണേ. ഇത് വേണ്ടവർക്ക് ഞാൻ AliExpressൻ്റെ ലിങ്ക് വല്ല ഇട്ടയക്കാം. നാട്ടിൽ എവിടെ കിട്ടും എനിക്ക് പിടിയൂലേ, വരുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്താണെങ്കിലും അതാണ് എനിക്ക് പറയാനുള്ളത്. FIO EH11, അതായത് FIO EH11 എന്നാണ് ഇതിൻ്റെ പേര്.